നമസ്കാരം. വുമൻസ് വൈബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ ഒരു സീറ്റിൽ ഇരിക്കുന്നത്. നമുക്കിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രവാസി മലയാളികൾക്കിടയിൽ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ്. ആതുര സാമൂഹ്യ സേവന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഹാജിറാബി വലിയത്ത്. സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഈ വർഷം കഴിയാറായല്ലേ? വർഷം കഴിയാറായി. 2-3 ദിവസം കൂടെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. എത്ര വർഷമായി ഇപ്പം ദുബായിൽ എത്തിയിട്ട്? 21 വർഷം. 21 വർഷം അല്ലേ? നഴ്സിംഗ് ആണ് പ്രൊഫഷൻ? നഴ്സിംഗ് ആണ്. അപ്പം വന്നത് തന്നെ ആ ഒരു ജോലി ആയിട്ട് ബന്ധപ്പെട്ടിങ്ങ് പോരുവാണോ അത് ഇവിടെ വന്നിട്ടായിരുന്നോ ജോലി? അല്ല, ഞാൻ വന്നത് നഴ്സിംഗിന് തന്നെയാണ് വന്നത്. പക്ഷെ അതൊരു ഉമ്മേനെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹോം നേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഒരു 2 മാസത്തേക്ക് വന്നതായിരുന്നു. വന്നു കഴിഞ്ഞപ്പം ഒരു വഴിക്ക് പോകുന്നതല്ലേ, സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ വെച്ചു ഇവിടെ വന്നു. ജോബ് അന്വേഷണം അവിടെ നിന്നുകൊണ്ട് തന്നെ ജോബ് അന്വേഷണം ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടി. അപ്പോൾ അതില് നമുക്ക് പറ്റിയത് നോക്കി ചൂസ് ചെയ്ത് ആദ്യം ഞാൻ കയറിയത് അസ്തറിലായിരുന്നു. അന്ന് അൽറഫ ആയിരുന്നു. അവിടെ കയറി 3 വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്ലിനിക് സിറ്റി ഹോസ്പിറ്റലിൽ കയറി. എത്ര വർഷം സിറ്റിയിൽ വർക്ക്? 17 വർഷം. 17 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കുകയാണല്ലേ? ഓക്കെ. നാട്ടിൽ എവിടെയാ വീട്? തൃശ്ശൂര്. ഫാമിലി തൃശ്ശൂരാണ്. മക്കള് ഇടയ്ക്ക് വരും പോവും. വെക്കേഷൻ ആകുമ്പോ വരും പോവും. മോൻ ഇപ്പൊ ജോലിയിലാണ്, മൂത്തയാള്. അപ്പൊ ഇടയ്ക്ക് വർക്ക് അറ്റ് ഹോം എടുത്തിട്ട് വന്ന് നിൽക്കും. ഞാനും വർഷത്തിൽ 2-3 തവണ പോകും. ഈ ഹാജിറാബി വലിയകത്ത് എന്നുള്ള ഒരു പേര് ഇവിടെ പ്രവാസി മലയാളികൾക്കിടയിൽ ഇത്താന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് അല്ലെ? ഒരു കോളിനപ്പുറം അല്ലെങ്കിൽ ഒരു വിളിക്കപ്പുറം ഇത്ത ഉണ്ട് അല്ലെ, ഹാജിത്ത ഉണ്ട് എന്ന ധൈര്യത്തിൽ ജീവിക്കുന്ന അനേകർ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ ഒരു സാമൂഹ്യ സേവന രംഗത്തേക്ക് എന്തുകൊണ്ടാണ് താല്പര്യം ഉണ്ടാകാൻ? അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ? പ്രത്യേക കാരണം എന്ന് വെച്ച് വന്നാല് നമ്മള് എന്താ പറയാ, ഞാൻ വളരെ താഴെയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങൾ 9 മക്കളാണ്. വിഷമം എന്താണ്, വിശപ്പ് എന്താണ്, കഷ്ടപ്പാട് എന്താണെന്ന് നല്ലപോലെ അനുഭവിച്ചും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് കാലത്തൊക്കെ നമ്മളുടെ ജീവിത ആ ഒരു സാഹചര്യത്തില് ഗൾഫുകാർ എന്ന് പറയുന്നത് ഭയങ്കര വിരളമായിട്ടാണ്. ഇപ്പൊ 3-4 വീടുകൾക്ക് അപ്പുറമൊക്കെ നമുക്ക് കാണാൻ പറ്റാം. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു വീടിന്റെ ആ ഒരു വഴിയില് ആകെ 2 ഗൾഫുകാരേ ഉള്ളൂ. അത് ഒരു കിലോമീറ്ററിന്റെ ആ ഒരു ഇതില്. അപ്പോൾ അവിടുത്തെ എൻ്റെ ഫസ്റ്റ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടുത്തെ എൻ്റെ ഒപ്പം മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ ഫാദർ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഓരോ വർഷം വരുമ്പോഴും ചോക്ലേറ്റ്, അതുപോലെ മുത്ത്, മാല, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ കിട്ടിയ ഹീറോ പെണ്ണ്. ഓരോ വരവിലും ഓരോ വ്യത്യസ്തമായിട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷാണ് അത് ഉപയോഗിക്കാനും. അത് മറ്റുള്ളവരുടെ മുന്നിലിട്ട് നടക്കുമ്പോ നിനക്ക് ഇത് എവിടുന്ന് കിട്ടിയ ധാരാ ഗൾഫിൽ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോ നമ്മുടെ ആരും അല്ല, പക്ഷെ നമ്മളുടെ ആരോ പോലെ നമ്മളുടെ ഒരു നെയ്ബറായിട്ടുള്ളവർ നമുക്ക് തരുമ്പോ അതിന് വളരെയധികം സന്തോഷത്തോടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ എന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു നല്ലൊരു ചിന്ത എനിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല, നമ്മളുടെ സാഹചര്യം, നമ്മൾ വളർന്നു വരുന്നതും കഷ്ടപ്പാട്. വീട്ടില് ഇപ്പൊ ഞങ്ങൾ 9 മക്കളില് ഇപ്പൊ ഓരോ വയസ്സ് 1.5 വയസ്സിന്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഒപ്പമായിട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പോ ഇവരെ മൂത്ത ആളിൽ ഒരാളുടെ സ്കൂൾ പഠനം നിർത്തിയിട്ടാണ് അടുത്ത ഒരാളിനെ ആഡ് ചെയ്യുക. പിറ്റത്തെ വർഷം ഒരാളെ ചേർത്തണമെങ്കിൽ അതിന്റെ ഏറ്റവും മൂത്ത താഴെ ആളുടെ പഠിത്തം നിർത്തും. അപ്പൊ ചേച്ചിമാരൊക്കെ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ. എന്റെ വീട്ടില് പ്രൗഡ്ലി ഐ ക്യാൻ സേ 10ാം ക്ലാസ് തികച്ചത് ഞാനൊരാളാണ്. ഒരു വിദ്യാഭ്യാസം എന്ന് പറയാനായിട്ട് എന്റെ വീട്ടില് ഉള്ളത് ആദ്യത്തെ 10ാം ക്ലാസ് വരെ ഞാനാണ്. വേറെ എന്റെ ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും 8, 9 ആ ഒരു ക്ലാസ്. പിന്നെ എന്റെ താഴെ അനിയന്മാര് 2 പേര് 10ാം ക്ലാസ് അവര് കംപ്ലീറ്റ് ആക്കി. കാരണം ഒരാൾ എഡ്യൂക്കേറ്റഡ് ആയവരുണ്ടായാലേ അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനും താഴെയുള്ളവർക്ക് അതിനെ പഠിക്കണം എന്നുള്ളത് എന്നോട് ആരും ഉണ്ടായിരുന്നിട്ടില്ല പറയാനായിട്ട്. പക്ഷെ എനിക്ക് എന്റെ തന്നെ സ്വയം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പഠിക്കണമെന്നുള്ളത്. ചേച്ചിമാരൊക്കെ ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞു കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇതുപോലെ വേണ്ട, എനിക്ക് പഠിക്കണം, എനിക്കൊരു ജോലി വേണം എന്നുള്ളത് കുഞ്ഞിലേ അല്ല എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം നഴ്സിനോടും വനിതാ പോലീസിനോടായിരുന്നു ആഗ്രഹം. പക്ഷെ വനിതാ പോലീസിലെത്തിയില്ല, നഴ്സിലെത്തി. അത് രണ്ടും 7 ആണല്ലോ. തീർച്ചയായും നഴ്സിലെത്തി.
ആ നേഴ്സ് ജീവിതം ഇന്നും സന്തോഷത്തോടു കൂടിയിട്ട് വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയാം, ഫ്രം മൈ ഹാർട്ട് ഞാനത് ജനങ്ങളിലേക്ക് നല്ല രീതിക്ക് തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ തന്നെ ഞാൻ എൻ്റെ സേവനം എന്താണോ അത് സെർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഡെഡിക്കേറ്റഡ് സേവനത്തിന് ഒരുപാട് അംഗീകാരങ്ങളും ആദരവുകളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അല്ലെ? മുഖ്യമന്ത്രിയിൽ നിന്നുൾപ്പെടെ ആതുര സേവനത്തിന് ഏറ്റവും നല്ല നേഴ്സ് എന്നുള്ള ഒരു പ്രൊഫഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് മമ്മൂട്ടിയൊക്കെ ഒരു ചടങ്ങിൽ വെച്ചില്ലായിരുന്നു? അതെ അതെ, കൈരളിയുടെ അവർ ആദ്യമായിട്ടാണ് ഒരു നേഴ്സുമാർക്കുള്ള ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നേഴ്സ് എന്നുള്ളതിലുപരി അതിനോടൊപ്പം തന്നെ സാമൂഹ്യ സേവനത്തിലും കൂടെ ഏർപ്പെടുന്നതിന്റെ അടിസ്ഥാനം കൂടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ അതിനൊരു ഭാഗ്യം ലഭിച്ചു. എത്രയോ ആയിരക്കണക്കിന് നോമിനേഷൻ ചെന്നതിൽ നിന്നും തെരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 4 പേരെ വിന്നറാക്കിയതിൽ 4-ൽ ഒരാള് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരാളായിരുന്നു. അപ്പം നമ്മള് ആതുര സേവനത്തിൽ അങ്ങനെ എല്ലാ രീതിയിലും ആ ഒരു പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സംസാരിച്ചു വരുന്ന സാമൂഹ്യ സേവനത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു സാമൂഹ്യ സേവനത്തിലേക്ക് വരില്ല. അപ്പം അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടാണോ ഇതിലേക്ക് കടന്നു വരാൻ എന്തെങ്കിലും പ്രചോദനമായത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം ഇതുപോലെ എനിക്ക് എന്ന് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിൽ നിന്നും അന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ആർക്ക് എന്ത് ചെയ്യാനാ. പക്ഷെ വളർന്നു വന്നു, ഞാൻ ആ നേഴ്സ് ആവണം എന്നുള്ള എൻ്റെ ആഗ്രഹം സഫലമായി. അങ്ങനെ തന്നെ വിവാഹം കഴിഞ്ഞു, നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഗൾഫിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം. നമ്മുടെ കുടുംബത്തിനോട് വളരെ അടുത്ത ഒരു ഉമ്മേനെ ഒന്ന് 2 മാസത്തേക്ക് ഒന്നൊരു കെയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മളോട് ചോദിക്കുന്നതും അങ്ങനെ വരുന്നതും. അപ്പൊ അതിനു മുന്നേ ഞാൻ സൗദിക്ക് പോയിരുന്നു. സൗദിക്ക് ഒരു ഗൾഫിലേക്ക് പോകണം, നമുക്ക് ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തില് ഗൾഫ് ആദ്യമായിട്ട് പോയത് സൗദിയിലേക്കായിരുന്നു. അവിടുന്ന് തിരിച്ച് നാട്ടിൽ വന്ന് നാട്ടിൽ നിൽക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്ന സമയത്താണ് വളരെ അടുത്ത നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു കുടുംബത്തിന് അവർക്കൊരു സഹായമായിട്ട് നമ്മളെ 1-2 മാസത്തേക്ക് ഉമ്മേനെ നോക്കാൻ വേണമെന്ന് പറഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് സ്വീകരിച്ചു. നമ്മൾ വന്നു. അപ്പോ അവരെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ നമ്മളിവിടെ എങ്ങാനും ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് അന്വേഷണം നടത്തി നമുക്ക് കിട്ടി. അങ്ങനെയാണ് അസ്തർ ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഭവം, ഞാൻ വന്നിട്ട് ഒരു 3 മാസം 4 മാസം ജോലിയിൽ കയറിയിട്ട് ആയിട്ടുള്ളൂ. അതായത് ഇവിടെ ഈ വീട്ടിൽ ഞാൻ 2 മാസം കഴിഞ്ഞു. അവിടെ നിന്ന് വീണ്ടും ഒരു മാസം കൂടി ഹാജര ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ, നമുക്ക് ഒന്നും കൂടി 1 മാസം കൂടി ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരും ഹാജരാക്കിനി പോണോ, തിരിച്ച് ഇവിടെ ജോലി അന്വേഷിക്കണോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അവരും സപ്പോർട്ടായിരുന്നു. എന്റെ CV-കൾ കൊണ്ടുകൊടുക്കാനും ഇന്റർവ്യൂവിന് കൊണ്ടുപോകാനും ഒക്കെ. ഇന്നും ഒരു നല്ലൊരു കുടുംബമാണ് നമ്മുടെ കുടുംബത്തിനോട് ചേർന്ന്. അങ്ങനെ അവരും സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആസ്തർ ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി ഒരു 4 മാസമൊക്കെ ആയ സമയത്ത് ഞാൻ റൂമിൽ ബെഡ് സ്പേസിൽ താമസിക്കുക. ആ സമയത്ത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ കൂടിയും എനിക്കത് ഒരിക്കൽ കൂടി പറയാൻ, എൻ്റെ ഈ ഒരു ടേണിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ ആ ഒരു കഥ പറയാതെ പറ്റില്ല. അപ്പോൾ റൂമിൽ താമസിക്കുന്ന ഒരു സ്ത്രീ നാട്ടിലേക്ക് പോവാനായിട്ട് നല്ല സ്നേഹമാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചായ ഉണ്ടാക്കിയിട്ടൊക്കെ എന്നെ ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു അനിയത്തിനെ പോലെ ഭയങ്കര സ്നേഹമാണ്. ഞാനും അവരെ പേരിനോട് കൂടി അമ്മ എന്ന് ചേർത്താണ് വിളിക്കാറ്. ഒരു നല്ലൊരു തറവാട്ട്, നല്ലൊരു പാലക്കാട്ടുകാരെ അറിയാലോ, ഒരു തറവാടിത്തുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് അവരെ ഭയങ്കര കാര്യമാണ്, അതിലേറെ അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താമസിച്ചുകൊണ്ടിരിക്കില്ല, അവർക്ക് എമർജൻസി ആയിട്ട് ഞാനൊന്ന് അമ്മേനെ കണ്ടിട്ട് വരട്ടെ പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോവാനായിട്ട് വീട്ടിൽ നിന്ന് പോയി എയർപോർട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കോള് വന്നു. ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഹാജരെ ആ വിളിയിൽ നമുക്കറിയാം അവരാ സൗണ്ട് പതറിയിട്ട്, ഞാൻ നാട്ടിലേക്കല്ല പോണത്, ഞാൻ ജയിലിലേക്കാണെന്ന് പറഞ്ഞു. അതൊരു ഷോക്കായിരുന്നു. നമുക്കറിയണില്ല എന്താണ് കാരണം എന്താണെന്ന്. പിന്നെ ഞാൻ അവരോട് സമാധാനമായിട്ട് എന്താണ് പറയുന്നത് പറഞ്ഞു അപ്പൊ അവർ ഇവിടുന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് വിസ 8,000 ദിർഹത്തിന് വാങ്ങിയതായിരുന്നു, ഫ്രീ വിസ. എന്നിട്ട് നിൽക്കായിരുന്നു. പക്ഷെ അവര് ചതിച്ചു, അവര് അബ്സ്കോണ്ടഡ് ഇട്ടു. അവർ ആ വിസ എന്നിട്ട് വേറെ ആൾക്ക് വിറ്റു. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ അവര് എന്നെ ചതിച്ചതാ. അവര് എന്നെ വിസയും പാസ്പോർട്ടും ഇതൊക്കെ എന്റെ കയ്യിൽ തന്നിട്ട് അവര് വിളിക്കുമ്പോ ചെന്നാ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ അവരെ വിശ്വസിച്ചു. പക്ഷെ അവര് അബ്സ്കോണ്ടഡ് ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ നിവൃത്തിയില്ല. ആ ഒരു സമയത്തൊന്നും ചെയ്യാനില്ല. പിന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അത് അവർ നടപ്പിലാക്കിയേ പറ്റും. അവര് ട്രൈ ചെയ്തു ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട്, ഈ വിസ കൊടുത്ത ആളിനെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ എയർപോർട്ടിൽ നിന്ന് കുറെ ട്രൈ ചെയ്തു. പോലീസുകാരും ട്രൈ ചെയ്തു. അവർ ഫോൺ എടുക്കുന്നില്ല, പിന്നെ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെയായിട്ട് ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണോ എന്റെ മൊബൈൽ പോയിട്ട് പിടിച്ചു വയ്ക്കും, ഇനി എനിക്ക് എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നെ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ പറയാൻ പറ്റുന്നു, അസൗകര്യം പോലെ ചെയ്യുന്നു പറഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവർ എന്നെ വിളിക്കുന്നു, പറയുന്നു ഇന്നമാതിരിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അവരോട് ചോദിക്കുക എങ്ങനെയാണ് നിങ്ങളെ അവിടെ നിന്ന് പുറത്ത് വരാനായിട്ട്. അപ്പൊ എനിക്ക് ഇവിടുത്തെ റൂൾസ് ഒന്നും അറിയില്ല. നമ്മൾ ഇവിടെ ഒരു പുതിയ ഒരാളാണ്, എന്താ പറയാ, ഒറ്റടി വെച്ച് നടക്കാം, ദുബായ് എന്താണെന്ന് തന്നെ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഇന്നമാതിരിയാണെന്നാണ്. എന്റെ ഒരു കസിൻ ബ്രദർ എനിക്ക് ഒപ്പത്തിന് എന്തിനും കൂടെയുള്ള റിലേറ്റീവ്സ് ഒക്കെ ഒറ്റയായിട്ട് അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള എൻ്റെ ഒരു ബ്രദറിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഓക്കെ, അവരുടെ ഡീറ്റെയിൽ വാങ്ങിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ റെസിഡൻസി വിസ ഉള്ള ഒരാള് പാസ്പോർട്ട് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അവരെ ഇറക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അന്ന് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളുടെ പാസ്പോർട്ട് ഇരിക്കുന്നത് നമ്മളുടെ ഓഫീസിലാണ്, നമ്മളുടെ വർക്ക് പ്ലേസിലാണ്. അവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ട് ആദ്യം വാങ്ങിക്കണം. അപ്പൊ അതിന് നമ്മള് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് എംബസിയിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ആദ്യം നമ്മുടെ അവിടെ നിന്ന് പാസ്പോർട്ട് വാങ്ങി, അത് കഴിഞ്ഞിട്ട് ഈ പാസ്പോർട്ടും കൊണ്ട് നേരെ ജയിലിൽ പോയി. അവരുടെ വേറൊരു കൂട്ടുകാരിനെയും കൂട്ടി ജയിലിൽ പോയി ഇവരെ ഇറക്കി കൊണ്ടുവന്നു. വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് അതേ താമസിച്ചിരുന്ന ഞങ്ങളുടെ ആ ഒരു ബെഡ് സ്പേസിൽ തന്നെ വീണ്ടും ഇവരെ അവിടെ കൊണ്ടുവന്നു, എടുത്തു കൊണ്ടുവന്നു, താമസിപ്പിച്ചു. അപ്പൊ ഇത് കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരു വെള്ള പേപ്പറിൽ നമ്മളുടെ ഐഡി എവിടെയാണെന്നുള്ളതും എങ്ങാനും നമ്മളെ CID പിടിക്കുവോ എന്തെങ്കിലും ചോദ്യം ഉണ്ടായാൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നു. അപ്പൊ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞു, മാക്സിമം പോയാൽ 7 to 10 days നിങ്ങൾ ഇവരുദ്ദേശിച്ച പോലെ ഈ ആളെ കണ്ടെത്താനോ നിങ്ങൾക്ക് ഈ ഒരു അബ്സ്കോണ്ടഡ് റിമൂവ് ചെയ്യാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇവരെ കൊണ്ടുവന്ന് ഇവിടെ ആക്കണം. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് എന്തൊരു ധൈര്യത്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. അത് റിസ്ക് ആണോ എന്താണോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവരിനെ ഒന്ന് സഹായിക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. അവരിനെ ജയിലിൽ നിന്ന് കൊണ്ടുവരണം, ഈ ആളെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്തണം, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിന്റെ വരായ്കളൊന്നും എനിക്ക് അറിയൂല, ചിന്തിച്ചിട്ടില്ല. വലിയൊരു പ്രശ്നമാണ് ഞാൻ ചെയ്യുന്നത്, വലിയൊരു കാര്യമാണെന്നൊന്നുമില്ല. എനിക്ക് അവരെ സഹായിക്കണം, അവർക്ക് എന്നെ അത്ര ഇഷ്ടമാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ കൊണ്ടുവന്നു, താമസിച്ചു. ഇവരൊന്നും റാഷിദിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ ഈ വിസ വാങ്ങി അവരുടെ വീട്ടിൽ പോയി നിൽക്കും, വീടിന്റെ പഠിക്കാൻ പോയി നിൽക്കും. അവിടെ ഒരു അനക്കമില്ല, വണ്ടി അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല, ഗേറ്റ് തുറക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ ഒരു എല്ലാ ദിവസവും ഒരു 4-5 ദിവസം അടുപ്പിച്ച് പോയിട്ട് കിട്ടലാന്ന് കണ്ടപ്പോ പറഞ്ഞു, ഹജറനെ എന്നെ തിരിച്ചു വിട്ടോ, കാരണം അവര് ചിലപ്പോൾ മൊബൈൽ നമ്പർ മാറ്റിയതായിരിക്കാം, അവര് സ്ഥലത്തില്ല, അവര് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, യാത്രയിലായിരിക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവർക്കുള്ള ടിക്കറ്റും കൂടെ എടുക്കണമായിരുന്നു. അങ്ങനെ 1-2 പേരുടെ സഹായത്തോടു കൂടി അന്ന് ആ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് ജയിലിൽ കൊണ്ടുവിട്ടു. ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ആ ജയിലിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ്, ഇതുപോലെ നിരപരാധികൾ അവിടെ വന്ന് കിടക്കുന്നതിന്റെ ആ ഒരു സങ്കടങ്ങൾ കുറെ പറഞ്ഞു. ഇന്നമാതിരി ഇങ്ങനെ ഒരാളുണ്ട്, ഇന്ന സ്ഥലത്തുനിന്ന് ഒരാളുണ്ട്, അവരിനെയൊക്കെ നമുക്ക് എങ്ങനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്നുകൊണ്ട് തന്നെ 1-2 പേരെ അവര് സഹായിച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർക്ക്. അപ്പൊ അത്രയും അവര് നല്ലൊരു മനസ്ഥിതിയുള്ള ഒരു സ്ത്രീയാണ്. ശരിക്കും പറഞ്ഞ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തി ഒരാൾക്ക് മാരേജ് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര്. സ്വന്തം മോളെ പോലെ ഇന്നും അങ്ങനെ കഴിയുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവരുടെ ആ ഒരു കാര്യങ്ങൾ. അപ്പൊ ഇത്രയും നന്നായിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി ഒരു എന്താ പറയാ, ഒരു അനുകമ്പയുള്ള ഒരു സ്ത്രീ അവർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അവരോടൊരു കരുണ കാണിക്കണ്ടേ? തീർച്ചയായിട്ടും ആ ഒരു ഇതാണ് എനിക്ക് അവരോട് തോന്നിയത്. അങ്ങനെ പിന്നെ തോന്നി, ഇതുപോലെ എത്ര പേര് ചുറ്റുമുണ്ട്, നമ്മളൊന്ന് കണ്ണു തുറന്നാൽ ചിലപ്പോൾ ഇത്രയ്ക്കൊന്നും അല്ലെങ്കിലും ഇതിന്റെ താഴെ കിടന്ന് എന്തെങ്കിലും ഒരു സഹായമൊക്കെ വേണ്ടി വരുന്ന ആളുകളുണ്ട്. പിന്നെ ആ ഒരു താമസത്തിൽ തന്നെ മനസ്സിലായി, നാളെ വിസ തീരാണ്, അതായത് ഇന്ന് വിസ തീരാണെങ്കിൽ അവർക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ വിസ പുതുക്കാൻ പൈസ ഇല്ല, അഥവാ പുതുക്കുകയാണെങ്കിൽ നാളത്തെ ഇന്റർവ്യൂ അവർക്ക് ജോലി കിട്ടും. പക്ഷെ അത് കിട്ടുമായിരിക്കും, ഉറപ്പില്ല.
അപ്പൊ ഒരു പ്രതീക്ഷയുള്ള ഒരു ഇന്റർവ്യൂ ആണ്, അത് കിട്ടുമായിരുന്നു അത് പോവാണെങ്കിൽ എന്ന് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തില് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ എന്റെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല. അപ്പോഴും ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ഈ ഒരു സഹോദര തുല്യനായിട്ടുള്ള എന്റെ ഒരു ബ്രദറിനെയാണ്. അപ്പൊ വിളിച്ചു പറയും കുഴപ്പമില്ല ഞാൻ തരാന്ന് പറയും. അങ്ങനെ ഞാൻ ആ പൈസ വാങ്ങി കൊടുക്കും. ചിലപ്പോ കുറെ കഴിയുമ്പോ തിരിച്ചു തരും, അതല്ലെങ്കിൽ ചിലപ്പോ തന്നില്ല, അയ്യോ ആ പൈസ കിട്ടിയില്ലല്ലോ, അത് പോട്ടെ സാരമല്ല, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിത് ഓരോ വഴിക്കുന്ന ഇങ്ങനെ തുടങ്ങി വെച്ചത്. പക്ഷെ ഒരാൾക്കറിയില്ല ഞാൻ ഈ ചെയ്യുന്നത് ഒരു ചാരിറ്റി ആണെന്ന്. ആ ചാരിറ്റി എന്നാണ് അതിനെ പറയാമെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഒരു വേർഡ്സ് ഇതിനുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. വർഷം എത്ര കഴിഞ്ഞ കാര്യമാണ്, 2006 സംഭവിച്ച കാര്യങ്ങളാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പല സന്ദർഭങ്ങളിലും ഞാനും ചെറിയൊരു സാലറിക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്. പല സന്ദർഭങ്ങളിലും അപ്പൊക്കെ ഇങ്ങനെ ആരോടെങ്കിലും പറയും, അവര് എന്നാ നമുക്കിത് ചെയ്തു കൊടുക്കാന്ന് പറയും, ചെയ്തു കൊടുക്കും. അങ്ങനെ അല്ലാതെ അത് തിരിച്ചു വാങ്ങിക്കാനോ അത് തിരിച്ചു കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു നിസ്സാര പൈസക്കായിരിക്കും, പക്ഷെ ആ സാരമില്ല. അപ്പൊ ഇവരെന്തെങ്കിലും ചോദിക്കുമ്പോ നമ്മൾ പറയും നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഒരേ ആവശ്യക്കാര് ആരെങ്കിലും ഒരാള് നിങ്ങൾ കാണും, അന്ന് ഇത് അവർക്ക് കൊടുത്താൽ മതി, നമുക്ക് വേണ്ട, അങ്ങനെയാണ് പറയാറ്. അങ്ങനെ പോന്നു. പിന്നെ അവിടെ നിന്ന് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു ജീവകാരുണ്യഹസ്തം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയുള്ള ഉദ്ദേശമല്ല, നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നാട്ടിൽ ഒരുപാട് ആവശ്യക്കാര് അസുഖക്കാരെ സഹായിക്കണം അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില വീഡിയോകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അന്ന് ഈ പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്തൊന്നും വാട്സപ്പ് ഒന്നും എനിക്കില്ല, അങ്ങനെയുള്ള ഒരു മീഡിയ ആയിട്ട് ഫേസ്ബുക്കോ അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. അങ്ങനെ എനിക്ക് അറിയില്ല ഉപയോഗിക്കണത് എങ്ങനെയാന്ന് പോലും. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അയക്കുമ്പോൾ ഈ വാട്സപ്പ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അയ്യോ ഇവർക്ക് നമുക്ക് എന്തെങ്കിലും സഹായിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം നമുക്ക് ചെയ്ത 10 രൂപ ഇടണമെങ്കിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ജീവകാരുണ്യഹസ്തം ഗ്രൂപ്പ് തുടങ്ങുന്നത്. അതിന്ന് നമുക്ക് ഒരുപാട് പേരെ നാട്ടിൽ ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റി. കുറെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക്, അതായത് ഹസ്ബൻഡ് മരിച്ച് കുട്ടികളെ നോക്കാൻ വഴിമുട്ടി നിൽക്കുന്നവർക്ക് പെട്ടിക്കട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 പേർക്ക് നമുക്ക് ശരിക്കും ഒരു സഹായഹസ്തമായിട്ട് തന്നെ. അതെ തുന്നൽ മെഷീൻ, അതായത് കാരണം നമ്മളിപ്പോ ഒരു സഹായം ചെയ്ത് എല്ലാ മാസം അവർക്ക് ഒരു ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്താല് അവരെ നമ്മൾ മടിയരാക്കുക, അവരൊരു വരുമാനം അന്വേഷിക്കില്ല. അവരിത് എല്ലാ മാസവും കിട്ടുമെന്ന് പ്രതീക്ഷയിലിരിക്കും. പക്ഷെ അതിന് പകരം അവർക്കൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം ആക്കി കൊടുത്താല് അതെല്ലാ കാലവും നമ്മളിലൂടെയാണ് ആ ഒരു ഇത് അവർക്ക് കിട്ടണമെന്നുള്ള ആ ഒരു ഗുണം. പക്ഷെ അതിനെ ഒരു കെയർ ചെയ്തിട്ട് ഇപ്പോഴും ഒരു പെട്ടിക്കട ഇട്ട് കൊടുത്ത പാലക്കാടുള്ള ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചതാ. ഇപ്പോഴും അവരെന്നെ അവരുടെ ആ ഒരു താങ്ക്ഫുൾ അവരെന്നെ അറിയിക്കാറുണ്ട്. ഓരോ സമയങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഇതാ സുഖല്ലേ ഞാൻ ഓർക്കാറുണ്ട് ട്ടാ എന്ന് പറയും. അപ്പൊ അതെനിക്ക് മാത്രമല്ല എന്റെ ആ ഒരു ഗ്രൂപ്പ് അംഗങ്ങൾക്കും മൊത്തം ഉള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇതായിരുന്നു ആ ഒരു ഈ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഈ ഒരു അമ്മ പാലക്കാടുള്ള അമ്മയുടെ കേസാണ്. അത് കഴിഞ്ഞിട്ട് എത്ര അല്ലെ ആയിരക്കണക്കിന് ആളുകള് അന്നമായും വസ്ത്രമായും മരുന്നായും ഒക്കെ ഹൈദരാബി ഓരോരുത്തർക്കും എല്ലാവരും പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു വിളിക്കപ്പോ ഇത്ത ഉണ്ടെന്നുള്ളത് നമുക്കൊരു ധൈര്യമാണ്, ഒരു പ്രതീക്ഷയാണ്. അതെ, ആരും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനത് ഏറ്റെടുത്താൽ അത് അവസാനിപ്പിക്കാതെ ഞാൻ വഴിയിലിടാറില്ല. അതിന് ഇനി എന്തൊക്കെ സഹിക്കേണ്ട വന്നാലും ഞാൻ പരമാവധി അതിന്റെ പുറകെ പോവും. പലരും ചോദിക്കും അത് പറ്റാത്തതാണെങ്കിൽ എന്നാ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യാൻ നോക്കാം എന്ന് പറയും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളെ കയറ്റി വിട്ടു. ഞാനിപ്പോ ചോദിക്കുന്നതിന്റെ ഇടയിൽ പറയാം, മറക്കാതിരിക്കാൻ അത് ഓർമ്മ പറയാണ്. ഇപ്പോഴത്തെ ഇവിടെ ഒരു ട്രെൻഡാണ് ലിവിങ് ടുഗദർ. കൊച്ചു പെൺകുട്ടികൾ നാട്ടിൽ നിന്ന് കയറി വരിക, നല്ല എഡ്യൂക്കേഷനുള്ള പിള്ളേരാണ്. നല്ല എഡ്യൂക്കേഷനുള്ള പിള്ളേര്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവര്, ഡിഗ്രി കഴിഞ്ഞവര് എന്ന് വേണ്ട, അവർക്ക് നല്ലൊരു പോസ്റ്റിൽ ഇവിടെ കയറാൻ പറ്റും. അങ്ങനെയുള്ള കുട്ടികള് ചിലപ്പോ ഇവിടുത്തെ സാഹചര്യം ആയിരിക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഈ CV കൊണ്ട് കൊടുത്ത് ജോബ് അന്വേഷിക്കുന്ന സമയത്ത് സഹായിക്കാൻ വേണ്ടി കൂടുന്ന എന്താ പറയാ, നമ്മുടെ നാട്ടിലെ ഭാഷ പറയുകയാണെങ്കിൽ പൂവാലന്മാരെന്ന് പറയാം. അങ്ങനെ കുറെ പേരുണ്ട് സഹായിക്കാൻ. പക്ഷെ ഇവരൊക്കെ അതിൽ നിന്നും ആ സഹായത്തിൽ അപ്പുറം അവരെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്, ചൂഷണമാണ് ചെയ്യുന്നത്.
അവർക്കറിയാം അവരെ കൊണ്ട് ഒരു ജോലി ഇവർക്ക് വാങ്ങി കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഈ കുട്ടികൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ എന്ത് വിചാരിക്കും, അയാൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞതല്ലേ, കണ്ണടച്ച് വിശ്വസിക്കാണ്. ഒറ്റൊരു കാര്യം ഉള്ളത്, ഒരാളും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ്. അത് ഏത് വിധത്തിലാണ് ചതിക്കുഴിയിൽ പെടാന്ന് നമുക്കറിയാൻ പറ്റില്ല. തീർച്ചയായും. അപ്പൊ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ജൂൺ മുതല് 5 കേസായിട്ടുണ്ട് ഈ ലിവിങ് ടുഗദറിന്റെ ഇതില്. ഞാൻ പറഞ്ഞ പോലെ വെൽ എഡ്യൂക്കേറ്റഡ് കുട്ടികള്, നാട്ടില് വൈഫും കുട്ടിയും ഉള്ള ആണുങ്ങളും കല്യാണം കഴിക്കാത്ത ആണുങ്ങളും, ഈ 5 എണ്ണത്തിലും ഇവര് 2 കൂട്ടരുണ്ട്. കല്യാണം കഴിച്ച് ഫാമിലി ഉള്ളവരുണ്ട്, കല്യാണം കഴിക്കാത്ത ആൺപിള്ളേരും ഉണ്ട്. ഇവരെ ഒന്നിച്ച് ഇവരിനെ എന്താ പറയാ പ്രലോഭിപ്പിച്ച് അവർക്ക് ആ ഒരു സ്നേഹം, ഇപ്പൊ ഈ വരുന്ന കുട്ടികൾക്ക് ആ ഒരു എന്നെ കെയർ ചെയ്യുന്നുണ്ട്, എന്നെ നല്ല കെയർ ചെയ്യുന്നുണ്ട്, എന്നോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആ ഒരു കെയർ കാണുമ്പോൾ ഇവർ വിചാരിക്കും എനിക്ക് നല്ലൊരു സപ്പോർട്ട് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. ആ ചേർത്ത് പിടിക്കല് പിന്നെ അതൊരു ഒന്നിച്ചുള്ള താമസമാവും. എന്തിനു പറയുന്ന ഒരു കുട്ടിയാവും. കുട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് പിന്നെ കൂടെ ഉണ്ടാവില്ല. ചിലപ്പോ വേണമെങ്കിൽ 1 വർഷം വരെ, ഒരു വയസ്സ് കൊച്ചിന് 1 വയസ്സെത്തും വരെ ഇവര് കൂടെ ഉണ്ടാവും. ഈ 5 കേസുകളിലും ഇങ്ങനത്തെ അനുഭവങ്ങളാണ്. ഇവരിട്ട് പോവും. ഇട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കൊച്ചിവിടെ ജനിക്കുന്നത് ഒരു ഇല്ലീഗലായിട്ടാണ്. ഇവർക്കൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ കൊച്ചിനൊരു പാസ്പോർട്ട് ഉണ്ടാവില്ല, ഈ കൊച്ചിനൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പിന്നെ ഈ അമ്മയും ആ സമയം ഈ 2 വർഷമൊക്കെ ആകുമ്പോഴത്തേനും ഈ അമ്മയുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അമ്മയും ഇല്ലീഗലായിരിക്കും, ഓവർ സ്റ്റേ ആയിരിക്കും. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞത് ജൂൺ മുതലുള്ളത് പോട്ടെ, റീസെന്റ്ലി 4 ദിവസം മുൻപ് ഒരു കൊച്ചിനെ അയച്ച കഥയാണ് പറയണത്. ഈ കുട്ടിക്ക് ഒരു ഡോക്യുമെന്റ് ഇല്ല. ഈ പെൺകുട്ടിക്ക് ഡോക്യുമെന്റ് എന്ന് പറയാനായിട്ട് ഈ ഓവർ സ്റ്റേ കഴിഞ്ഞിട്ട് ഇവര് വൈറ്റ് പാസ്പോർട്ട് എടുത്തിരിക്കുക. കൊച്ചിനും അമ്മയ്ക്കും ഇവര് വൈറ്റ് പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ കയ്യിലുള്ളത്. കൊച്ചിന് കോൺസുലേറ്റ് വഴി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കോൺസുലേറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നാട്ടിൽ പോകാനായിട്ട് ഒരു രേഖയല്ല, ഇവിടെ നിന്ന് വീട്ടിൽ നാട്ടിൽ പോകാനായിട്ട്. ഇവര് പലയിടത്തും പോയി, പല ആളുകളെ കണ്ടു. ഈവൺ ഇന്ത്യൻ അസോസിയേഷനിൽ പോയി, അവിടെയും പല തവണ കയറി ഇറങ്ങി. ഞാനും അവരവിടെ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞ 2 ആഴ്ച മുൻപ് അവീറിലേക്ക് വിട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവർക്ക് പോവാനുള്ള ഒരു വഴിയുമായില്ല. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു നമ്പർ ഈ കുട്ടി തന്നെ അയച്ചു തരാണ്. ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ട് എന്നെ ഒന്ന് പോവാനുള്ള കാര്യം പറയൂ. അവർക്ക് എമിഗ്രേഷനിൽ നേരിട്ട് പൈസ അടച്ചിട്ട് പോവാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ചെയ്തു. ഞൊടിയിട കൊണ്ട് ആ കൊച്ചിന് എന്തായാലും നാട്ടിലെത്തേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ആ കൊച്ചിന്ന് നാടെത്തി. പക്ഷെ ഹാജി, ഈ കുട്ടി അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായി ജോലി എന്നുള്ള പ്രതീക്ഷയിൽ കയറി വന്ന കുട്ടി തിരിച്ച് ഒരു കുട്ടിയുമായിട്ട്, ഒരു കുഞ്ഞുമായിട്ട് കയറി ചെല്ലുന്ന ആ ഒരു അവസ്ഥ, ആ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഒരു ആങ്ങളെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ആങ്ങളൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ ചെയ്യാ, അങ്ങനെ സംഭവിച്ചു പോയി. 12 വർഷം അതെ, ഈ കുട്ടി ഡബിൾ MBA ഉള്ള കൊച്ച, നല്ല പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന കൊച്ച. ഈ ആണൊരുത്തൻ ഇങ്ങനെ ചെയ്തതും പോരാ, ഇവൾക്ക് നല്ലൊരു ബാധ്യത വരുത്തിയിട്ടാണ് ഇട്ട് പോയത്. ക്രെഡിറ്റ് കാർഡ്, ചെക്ക് കേസ്, അങ്ങനത്തെ ഒരുപാട് ഇവളുടെ പേരിലുള്ള, ഇവൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ബാധ്യതകളും കൂടി വരുത്തി പോയപ്പോ, അല്ലെങ്കിൽ ഈ കൊച്ചിന് പഠിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു, കാരണം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷെ ഇതും കൂടി ആയപ്പോ കൊച്ചിന് നില വിട്ടു. അങ്ങനെയാണ് ഇപ്പൊ. ഇതുപോലെ തന്നെ നമ്മള് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് കേട്ടായിരുന്നു. ഇതുപോലെ ഒരു ലിവിംഗ് ടുഗദർ ആയിരുന്നു. ഒരു ദിവസം അയാളെ കല്യാണം കഴിക്കാനായിട്ട് നാട്ടിൽ പോകുന്നു. ഈ ഇവളെ കൊന്നിട്ട് കൂട്ടത്തിൽ താമസ പെൺകുട്ടിയെ കരാമൽ എവിടെയല്ലായിരുന്നു കൊന്നിട്ട് എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിച്ചു. എങ്കിൽ പോലും നമ്മളെ പെൺകുട്ടികളോട് പറയാനുള്ള ഇതാണ്, ജസ്റ്റ് ഈ പറയുന്നതിനിടയിൽ പറയുന്നതാണ്, ജോലി അന്വേഷിക്കാൻ വരികയാണെങ്കിൽ ജോലി അന്വേഷിക്കുക, നിങ്ങൾക്ക് ഒരു നല്ല ജോലി കണ്ടെത്തും. അത് ചിലപ്പോ 1 വിസിറ്റ് വിസയോ 2 വിസിറ്റ് വിസയോ ചിലപ്പോ 3ാമത്തെ വിസിറ്റ് വിസയിലായിരിക്കും. പക്ഷെ ഇത് ജോലി വാഗ്ദാനം എന്നും പറഞ്ഞ് ഒരു ആണുങ്ങളുടെയും പുറകെ പോകരുത്, വാക്കുകൾ വിശ്വസിക്കരുത്, ഏജൻസികളെ വിശ്വസിക്കരുത്, പൈസ കൊടുത്തിട്ട് ഒരു ജോലിക്കും കയറാൻ തയ്യാറാവരുത്. UAE ജോലി കിട്ടാൻ ഒരു ഏജന്റിനും പൈസ കൊടുക്കണ്ട, ഒരു കമ്പനിക്കാരും നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ജോലി തരില്ല. അവിടെ ജെന്യൂൻ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് നിങ്ങളുടെ വിസിറ്റ് വിസയിൽ നിന്ന് നിങ്ങൾ അവരെ ഇന്റർവ്യൂ എടുത്ത് ഓക്കെ ആണെങ്കിൽ വിതിൻ 2-3 ഡേയ്സ് അവർക്ക് വിസ നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് വിസയിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റും.
അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആര് അന്വേഷിച്ച് വരുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ചതികളിൽ പെടരുത്. നിങ്ങൾ ജോലി അന്വേഷിച്ച് ജോലിക്ക് പകരം ഒരു വർഷമാകുമ്പോഴത്തേനും ഒരു കൊച്ചിനെയും കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുതെന്ന് എൻ്റെ പൊന്നനിയത്തിമാരോട്, പൊന്നു മക്കളോട് പറയാനുള്ള, പെൺകുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം. ഇതിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറയാനുള്ളത് വിസ തട്ടിപ്പുകൾ. ഇപ്പൊ നാട്ടിൽ നിന്നാണെങ്കിലും